ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗീതു ആണെങ്കിൽ മഹേഷിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിയാണ്. അതായത് മഹേഷ് നമ്മുടെ ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗീതുവും കേൾക്കാനിടയാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. കിഷോറിന് പണം നൽകി അയച്ചത് മഹേഷ് ആണെന്ന് ഗോവിന്ദനോട് പറയുന്നു. ഗോവിന്ദ്, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, നീയും ഗീതുവും കൂടെ ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചൊരു അതിബുദ്ധിയാണ് ഇപ്പോൾ ഈ കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. കിഷോർ ഒരു വഞ്ചകനാണെന്നും അല്ലെങ്കിൽ കള്ളനാണെന്നും ഗീതുവിനെ തെളിയിക്കാൻ വേണ്ടി ആ ഒരു പണം കൈമാറാൻ നിന്നത് ഞാനാണ്. അങ്ങനെ അവൻ ആ ഒരു പണം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഗീതുവിനോട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. അങ്ങനെ അവനൊരു ചതിയനാണെന്ന് ഗീതു മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് തിരിച്ചാണ്. നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നത്, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ ചെയ്ത തെറ്റിന് കുറ്റബോധം തോന്നി നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറയുകയാണ്. ഗോവിന്ദ് സാർ, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനോർത്ത് നിങ്ങളാണ് എന്നെ ചതിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ മഹേഷും നിങ്ങളും പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും കേട്ടു. എനിക്കിപ്പോൾ സത്യം മനസ്സിലായിരിക്കണം സാർ, ഇപ്പോൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ ഗീതുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ ഗോവിന്ദ് പോകുന്നതാണ് നമുക്ക് ഇന്നത്തെ പ്രമോയ്ക്കത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ അപർണികയുടെ അച്ഛനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപർണിക പറയുന്നത്, ഗീതാഞ്ജലി ഒരിക്കലും നമുക്കെതിരായിട്ട് മൊഴി നൽകുകയില്ല. ഒരുപക്ഷെ എനിക്കിപ്പോൾ പേടി നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ അനിയൻ വരുണ്ണയാണ്. അവന് വേറെന്തോ നീക്കങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അപർണിയുടെ അച്ഛൻ പറയുന്നത്, അവൻ ഈ ഒരു വർക്ക് മറ്റാർക്കും ഇതിൽ കൂടിയ റേറ്റിന് മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പ്രമേയമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇനി ഗീതുവും ഗോവിന്ദും ഒന്നിക്കുമെന്ന് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കണ്ടു തന്നെ വേണം. എന്തൊക്കെയാണ് ഗീതുവും ഗോവിന്ദും ഒന്നിക്കുന്നത് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. ആ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം വരും ദിവസങ്ങളിൽ ഗീതാ ഗോവിന്ദും നിറസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.